ഇന്ന് സ്വയം പകുത്തു നൽകിയവന്റെ ദിനം. സ്വയം തോൽക്കുകയാണെന്നറിഞ്ഞിട്ടും സ്വയം പകുത്തു നൽകിയവന്റെ ദിനം. എന്തൊക്കെ പിച്ചും പേയാടാ പുലമ്പുന്നേ. ഓർത്തോ, ഞങ്ങളുടെ രാജാവിനെ അനുസരിച്ചില്ലെങ്കിൽ, അവൻ പറയുന്ന ദേവനെ ആരാധിച്ചില്ലെങ്കിൽ നീയൊക്കെ ഇനിയും ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരാളെ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നു. അതെ, ഞങ്ങളുടെ ക്രിസ്തു. നിങ്ങൾ എത്ര വേണേലും അടിച്ചോളൂ. ആരാണ് നിങ്ങളുടെ ദൈവം? ഏതാടാ നിങ്ങളുടെ ദൈവം? പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടി ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാനിത് ഭക്ഷിക്കുകയില്ല. ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് ഈ മേശയിൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ ഇതാ പോകുന്നു. ഒറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും ഒപ്പമിരുത്തി ഭക്ഷണം പങ്കുവച്ചവൻ, അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ മാതൃകയായവൻ. ഈ ചെറുപ്പക്കാരും ക്രിസ്തുവിൽ തമ്മിലുള്ള ബന്ധം എന്താണ്? പെസഹായുടെ ദിനത്തിൽ നിന്ന് പീഡകളുടെ 3 മണിക്കൂറുകൾക്കും മരണത്തിന്റെ 3-ാം യാമത്തിനുമിടയിൽ ചോദ്യങ്ങൾ അവശേഷിക്കും. ഉത്തരം തേടാം. പരീക്ഷയുടെ, പ്രത്യാശയുടെ ദുഃഖവെള്ളിക്കായി നമുക്ക് ഒരുങ്ങാം.